സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ? ആരാണ് സർ പോയിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സർ. അവർ ഒളിച്ചോടുകയാണ്. കേരളം കാണട്ടെ സർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സർ ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച വിഷയത്തിൽ സർ 10ാം മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത്. 20ാം തീയതി ഇതിന്റെ അന്നത്തെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രപ്പോസൽ നൽകണമെന്ന്. ഇന്നലെയുടെ തലേന്ന് ആ പ്രപ്പോസൽ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് സർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഗവൺമെന്റ് ഓർഡറായി തന്നെ സർ.